ഇനി ജന്മദിനത്തിന് നേരെ തെളിവെന്താ? അതാരാ ഉദ്ഘാടനം ചെയ്തത്? മൗലവി ആദ്യത്തെ കുറഞ്ഞ സമയം ചെലവഴിച്ചത് അത് ഷിയാക്കളുടെ ആഘോഷമാണ് എന്ന് പറയാനാ. അനങ്ങിയ ഷിയാക്കൾ അവിടെ അല്ല. ഷിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവർ പഴച്ചുപോയത് എന്തുകൊണ്ടാണ്? അവരെ വിശ്വാസപരമായി പിഴവ് സംഭവിച്ചതാണ്. അവരാരെ ചീത്ത പറഞ്ഞു? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വരേണ്ട റസൂലുള്ളാഹിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത് മാറി പിഴച്ചു വന്നതാന്നാ പറഞ്ഞു ഒരു ടീം. യഥാർത്ഥത്തിൽ അലിയാരിലേക്കായിരുന്നു വരേണ്ടത് വഹിയെ നബുവത്ത്, അത് പിന്നെ അങ്ങോട്ട് മാറിപ്പോയതാണ് എന്നല്ല. അലിയാരി ഇലാഹാണെന്ന് വരെ വാദിച്ച ടീമാണ് ഷിയ. ഈ ഷിയാക്കൾ പഴച്ചതാണ് എന്ന് ഇവിടെ ലോകർക്ക് പഠിപ്പിച്ചു കൊടുത്തത് സൂഫിയാക്കളാണ്. ഷിയാക്കളുടെ ഓരോ ഇനങ്ങൾ തിരിച്ച് അവരുടെ വിശ്വാസത്തിലെ അപാകത വ്യക്തമാക്കി ലോകർക്ക് കാണിച്ചു കൊടുത്ത മഹാൻ ഗൗസുൽ അഅ്ലം അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ കിതാബുൽ ഗുന്യയിൽ വലിയ അധ്യായം തന്നെ റാഫിദിയത്തിനെ സംബന്ധിച്ച്, ഷിയാക്കളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഷിയാക്കൾ ചെയ്തൊന്നും പിന്നെ ആരും ചെയ്യരുത് എന്നാ. ഷിയാക്കൾ ഇപ്പോൾ തുണിയും കുപ്പായൊക്കെ എടുത്ത് ഇനി നമ്മളെന്താക്കണം? ഷിയാക്കൾക്ക് വെള്ളിയാഴ്ച ജുമ ഉണ്ട്, ഇനി നമ്മൾ ജുമ ഒഴിവാക്കണം. ഷിയാക്കൾ ഖുർആൻ ഓതലുണ്ട്, നമ്മൾ ഖുർആൻ ഒഴിവാക്കുക. നമ്മൾ ചെയ്യുന്നതിന് രേഖയുണ്ടോ എന്നാ നോക്കേണ്ടത്. നമ്മൾ ചെയ്തതിൻ്റെ രേഖ, നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞങ്ങൾ എത്ര കാലമായി പറയുന്നു അത് തെളിയിക്കാൻ മൗലവിമാരെ നമ്മൾ വെല്ലുവിളിച്ചില്ലേ? മിനി ഊട്ടിയിലൊക്കെ അതിൻ്റെ കിതാബ് എടുത്തല്ലേ നമ്മൾ പോയത്. ഫൈസൽ ഓടിയ ഓട്ടം മൗലവി പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല ഇന്ന് വരെ അവിടെ. ഇന്ന് നമ്മൾ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത്. ഹദീസ് ഇമാം സുയൂത്തി തങ്ങൾ തന്നെ അൽ ഹാവിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, എൻ്റെ വകയിലല്ല. ആ ഹദീസും മൗലവി പറയുന്നുണ്ട്. എന്താ മൗലവി പറയുന്ന അറിയോ? ചിലർ ഈ ഹദീസ് തെളിവായി പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ അഖീഖയായിരുന്നു, അത് റസൂലുള്ളാഹിനെ സന്തോഷിച്ചുകൊണ്ടുള്ള അറവല്ല എന്നൊക്കെ മൗലവി പറയാൻ നോക്കുന്നുണ്ട്. ആ ഹദീസ് ശരിയല്ല എന്നും മൗലവി പറയാൻ പാടില്ല. ഒന്ന് തൊട്ടുപോയിന് മൗലവി. അവിടെ നമുക്ക് സുഖമാണ്, അതൊന്ന് കൃത്യമാക്കി കൊടുത്താൽ മതി. മൗലവിക്ക് അടുത്ത അവസരം കൊടുക്കുക. വിതരണം ചെയ്തു എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മുഹയ്യിർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കൂടി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ അൻ-നുബുവ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന് ശേഷം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്ന്. ഇതാണ് നബിദിനാഘോഷത്തിന് തെളിവായി കൊണ്ടുവരാറുള്ളത്. സഹോദരന്മാരെ, അഖീഖ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഒരു കുട്ടി ജനിച്ചാൽ അതിൻ്റെ വിഷയത്തിൽ നമ്മളുടെ മേൽ സുന്നത്താക്കപ്പെട്ട വിഷയമാണ് അഖീഖ അറുക്കുക എന്നുള്ളത്. അങ്ങനെ പ്രവാചകന് സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്നുള്ളതാണ് ഈ ഹദീസിന്റെ ആശയം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ കിതാബിലും ഇമാം തൊബറാനിയും ബൈഹഖിയും മുബാറക് ഫൂരിയും എല്ലാം അവരുടെ കിതാബുകളിൽ ഈ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ വിഷയം ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്നുള്ളതാണ്. ഈ ഹദീസ് സ്വീകരിക്കാൻ വകുപ്പില്ല, അത് തള്ളിക്കളയേണ്ട ഹദീസാണ്. മഹാനായ ഇമാം ബൈഹഖി പറയുന്നത് ഹുവ ഹദീസുൻ മുൻകറുൻ, ഈ ഹദീസ് മുൻകറായ ഹദീസാണ്, അഥവാ സ്വീകരിക്കാൻ പാടില്ല എന്ന്. ഇബ്നു ഹജർ പറഞ്ഞത് അത് ഒരിക്കലും സ്ഥിരപ്പെടുന്ന ഹദീസ് ലാ യസ്ബുത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. വഹാദാ ഹദീസുൻ ബാത്തിലുൻ എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം ശാഫിഈ എന്നറിയപ്പെട്ട ഇമാം നവവി പറഞ്ഞത്. ഹാദാ ഹദീസുൻ ബാത്തിലുൻ, ഈ ഹദീസ് ബാത്തിലായ പൊള്ളയായ ഹദീസാണ്, ഇത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഹദീസ് ഉദ്ധരിച്ച് ഇമാം ബൈഹഖി തന്നെ പറഞ്ഞത് ഫഹുവ ഹദീസുൻ ബാത്തിലുൻ, ഈ ഹദീസ് ഒരു ബാത്തിലായ സ്വീകരിക്കാൻ പാടില്ല. ശരി, ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഹദീസുൻ ബാത്തിലുൻ, സ്വീകരിക്കാൻ പാടില്ലാത്ത ഹദീസാണ്. ആ കുട്ടിക്ക് ഫൈസൽ പഠിപ്പിച്ചു കൊടുത്ത് പറഞ്ഞതായിരിക്കും, അതിനെ പറഞ്ഞൊരു കാര്യമില്ല. അതിൻ്റെ ബാക്കിയോ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ അതിൻ്റെ ബാക്കി കൂടി പഠിച്ചത് കൃത്യമാക്കണം.
അയാൾ പറയുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അഖ അൻ നഫ്സിഹി ബഅദ നുബുവ. അപ്പൊ ഈ മൗലവി ആദ്യം പറയുന്നത് നബിദിനത്തിന് തെളിവല്ലാതെ അത് അഖീഖ അറുത്തതാണ്. അഖീഖ അറുത്തതാണ്. അഖീഖ ഇപ്പൊ നമ്മളൊക്കെ അറുക്കണില്ല. അപ്പൊ നബിദിനത്തിന് എങ്ങനെ തെളിവാകുക? മൗലവി ഹദീസ് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. അഖ അൻ നഫ്സിഹി, സ്വന്തം ശരീരത്തിന് വേണ്ടി അറവ് നടത്തി. ബഅദൻ നുബുവ എന്ന അറിവ് നടത്തിയത് നുബുവത്തിന് ശേഷം. നുബുവത്തിന് എത്രാം വയസ്സിലാ നുബുവത്ത്? 40-ാമത്തെ വയസ്സിലാ നുബുവത്ത്. അയാൾ വിചാരിച്ചത് പിന്നെ നുബുവത്ത് നേരത്തെ ഉണ്ട്, പക്ഷെ അതിന്റെ പ്രഖ്യാപനം 40-ാമത്തെ വയസ്സിലാണ്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയതിന് ശേഷം അറിവ് നടത്തി. അപ്പൊ അഖീഖ ചങ്ങായി 40-ന്റെ ശേഷമാണ് ഓർക്കല്. അത് തന്നെ നേരത്തെ അറുത്തിട്ടുണ്ടെങ്കിലോ പിന്നെ അത് അഖീഖാവോ? അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തം ഹദീസ് വിശദീകരിക്കൽ നിർത്തി. നിങ്ങളുടെ വിശദീകരണം ഞങ്ങൾക്ക് ആവശ്യമല്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു? ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഇമാമിന്റെ അൽ ഹാബീലിൽ ഫതാവ എന്ന ഈ ഗ്രന്ഥം, ഇതിൽ തന്നെ മഹാൻ പറയാണ്, ഖുൽതു, ഞാൻ പറയട്ടെ, വഖദ് ളഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ. നബിദിനത്തിന് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. വളരെ സുപ്രധാനമായ ഒരടിസ്ഥാനം ഞാൻ വിശദീകരിക്കാം. അത് അടിസ്ഥാനമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അത് സ്വീകാര്യോഗ്യമായ ഹദീസാണ്, അല്ലാതെ അതിനെ അടിത്തറാക്കൂലോ. وهو ما أخرجه البيهقي عن أنس أن النبي صلى الله عليه وسلم أق عن نفسه بعد النبوة. ഈ ഹദീസ് സ്ഥിരപ്പെട്ടു. ഇനി കേട്ടോ, മഅ അന്നഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് വറദ, തീർച്ചയായും വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ത്? അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് അഖ അൻ നഫ്സിഹി ഫീ സാബിഇ വിലാദതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ 7-ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ തന്നെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അറവ് നടത്തുകയാണ്. അഖീഖ വൽ അഖീഖത്തു ലാ തുആദു മറത്തൻ സാനിയ. അഖീഖ എന്നുള്ളത് ആവർത്തിക്കപ്പെടുന്ന സംഭവമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് അറവ് നടത്തി എന്ന് രേഖപ്പെടുത്തിയിട്ട് ഇമാം സുയൂത്തി പറയുകയാണ്, ഫയുഹ്മലു, അതുകൊണ്ട് തന്നെ ചുമത്തപ്പെടണം, ذلك على أن الذي فعله النبي صلى الله عليه وسلم. അഖീഖ എന്ന അറവ് നേരത്തെ ഉപ്പാപ്പ നിർവഹിച്ചതുകൊണ്ട് 40 വയസ്സിന് ശേഷം നബിയാണ് എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അറവ് നടത്തിയത് ഇൽഹാറുൽ ലിശുക്രി, അല്ലാഹുവിനുള്ള നന്ദി പ്രകടനമാണ്. അലാ ഈജാദില്ലാഹി ഇയ്യാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് റഹ്മത്തായി അല്ലാഹു അവന്റെ ഹബീബിനെ ജനിപ്പിച്ചതിനുള്ള ഈ സന്തോഷ പ്രകടനമാണ്. ആരുടെ അറവ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വതശ്രീഉൽ ലിഉമ്മത്തിഹി, ഇമാം സുയൂത്തിയുടെ വചനം, വതശ്രീഉൽ ലിഉമ്മത്തിഹി, ഈ ഉമ്മത്തിന് ശറഅാക്കാൻ വേണ്ടിയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കൽ ശറഅാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ അറവ് നടത്തിയത്. കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് തന്നെ റസൂലുള്ള സ്വലാത്ത് ചൊല്ലും ശറഅാക്കി പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഇമാം പറയാണ്, ഈ സംഭവത്തിൽ നിന്ന് ഫയുസ്തഹബ്ബു ലനാ അയ്ളാ. എവിടെ മുജാഹിദുകളെ നിങ്ങളുടെ ന്യായീകരണം ആർക്ക് വേണം? ഇമാമീങ്ങളല്ലേ പറയുന്നത് ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്താക്കപ്പെടും നമുക്ക് ഇൽഹാറു ശുക്രി, നന്ദി പ്രകടിപ്പിക്കൽ, ബിമൗലിദിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ, ബിൽഇജ്തിമായി, ആളുകൾ ഒരുമിച്ച് കൂടൽ കൊണ്ട്, ഭക്ഷണം വിതരണം ചെയ്യൽ കൊണ്ട്, വനഹ്വി ദാലിക,
ഇതുപോലത്തതൊക്കെ ചെയ്യണം. മിൻ വുജൂഹിൽ ഖുർബാത്ത്, അന്ന് എന്തൊക്കെ അമലുകളുണ്ടോ, നല്ല പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, അതൊക്കെ ചെയ്യണം. വഇദ്ഹാരിൽ മസറാത്ത്, സന്തോഷ പ്രകടനങ്ങൾ നടത്തണം. ലൈറ്റുകൾ തെളിയണം, അലങ്കാര ബൾബുകൾ തൂങ്ങണം. ഇതൊക്കെ സന്തോഷത്തിന്റെ പ്രത്യേകമായ അടയാളങ്ങളാണ്. ഇത് ഈ ഹദീസിൽ നിന്ന് കിട്ടുമെന്ന് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളെപ്പോലെയുള്ളവർ പറയുമ്പോൾ ഏതോ ഒരു കുണ്ടൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരും എൻഡ് ചെയ്യാനതിനെ. പിന്നെ മൂപ്പര് പറഞ്ഞത് ഹദീസ് ബാത്തിലാണ് എന്ന് ശറഹുൽ ഇമാം നബവി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്, ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിക്കണ നേരത്ത് ഫുള്ള് പഠിച്ചാൽ പ്രശ്നം തീരും. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തുഹ്ഫയിൽ ഈ ഹദീസ് കൊണ്ടുവരികയാണ്. തുഹ്ഫമറിക്ക് എന്നാലേ ഫുള്ള് മനസ്സിലാവും. ഉപരി പറയാ വഖബറു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നഫ്സിഹി ബഅദ അൻ-നുബുവ ഖാല ഫിൽ മജ്മൂ'. ഇമാം നബവി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു ഹദീസുൻ ബാത്തിലുൻ, ഈ ഹദീസ് ശരിയല്ലാത്ത ഹദീസാണ്. വകാന്നഹു ഖല്ലദ ഫീ ദാലിക ഇൻകാർ അൽ ബൈഹഖി. ഇമാം നബവി അത് പറഞ്ഞത് ഇമാം നബവിക്ക് മുമ്പ് ജീവിച്ച ഇമാം ബൈഹഖിയുടെ വാദം അങ്ങനെ തന്നെ സ്വീകരിച്ചു പറഞ്ഞതാകാനാണ് സാധ്യത. ഈ ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ച് ഹദീസ് ബാത്തിലാണ്, മുൻകറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി അത് ആവർത്തിച്ചതാണ്. വലൈസൽ അംറു കമാ ഖാലു, കാര്യം അവർ പറഞ്ഞതുപോലെയല്ല. അതാ മൗലവി പഠിക്കാതെ പോയത്. കാര്യം അവർ പറഞ്ഞതുപോലെയല്ല. ഫീ കുല്ലി തുറുഖിഹി, ഹദീസിന്റെ മുഴുവൻ വഴികളും പരിശോധിക്കണം. ഇമാം ബൈഹഖിയുടെ വഴിയിലാണ് ഈ പ്രശ്നമുള്ളത്. എല്ലാ വഴിയും പരിശോധിക്കുമ്പോൾ ഫഖദ് റവാഹു അഹ്മദ്, അഹ്മദ് എന്നവർ ഹദീസ് മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ ബസ്സാർ, ഹദീസ് ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വത്തൊബ്രാനി, തൊബ്രാനി ഇമാം ഉദ്ധരിച്ചിട്ട് മിൻ തുറുഖിൻ, ഒരുപാട് വഴികളിലൂടെ. ഖാലൽ ഹാഫിദുൽ ഹൈസമി, ഹാഫിദുൽ ഹൈസമി പറയുന്നു ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് രേഖപ്പെടുത്തി അന്ന റിജാലഹു റിജാലു സ്വഹീഹ്, സ്വഹീഹുൽ ബുഖാരിയുടെയും സ്വഹീഹ് മുസ്ലിമിന്റെയും റാവികളാണ് ഈ ഹദീസിന്റെ റാവിമാർ. ഇല്ലാ വാഹിദൻ, ഒരാൾ ഒഴിച്ച്, വഹുവ സിഖ, അവരാണെങ്കിലോ സത്യസന്ധനുമാണ്. അപ്പോൾ ഒരു കാര്യം മൗലവിമാർ മനസ്സിലാക്കുക, ഒരു ഹദീസിനെ വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ ഉദ്ധരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് സ്വഹീഹായാൽ തന്നെ ഹദീസ് സ്വഹീഹാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഈ ഹദീസിന്റെ സനദുകൾ നമ്മൾ തന്നെ നോക്കിയപ്പോൾ 700ഓളം സനദ് അതിനുണ്ട്. 700ഓളം സനദുള്ള ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതിൽ 300ഓളം ദഈഫാണ്. അതുകൊണ്ട് ആ ഹദീസ് ദഈഫാവോ? ഇല്ല. കാരണം അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളിൽ വന്നു എന്നല്ല, ബുഖാരിയിൽ തന്നെ വന്നു. ഇതുപോലെ ഇമാം ബൈഹഖി ഒരു വഴിയിലൂടെ ഹദീസ് ഉദ്ധരിച്ചു. ആ വഴിയെക്കുറിച്ചാണ് ഇമാം നബവി പറയുന്നത് ബാത്തിലാണെന്ന്. ആ വഴിയെക്കുറിച്ചാണ് ഇമാം ബൈഹഖി സംസാരിക്കുന്നത്. അതേ സമയത്ത് അതേ ഹദീസ് മറ്റൊരു സനദിലൂടെ ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്നു, ബസ്സാർ ഉദ്ധരിക്കുന്നു, ഇമാം തൊബ്രാനി ഉദ്ധരിക്കുന്നു. ആ ഹദീസ് സ്വീകാര്യമാണെന്ന് ഹാഫിദുൽ ഹൈതമി പറയുന്നു. അപ്പോൾ എല്ലാ വഴികളിലും ഈ ഹദീസ് തെറ്റിപ്പോയി എന്ന് പറയാൻ പാടില്ല. മറിച്ച് ഇത് സ്ഥിരപ്പെട്ട ഹദീസാണ് എന്ന് ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അതിന് തുഹ്ഫ അതാതെ ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ? ഒരു സംഗതി പഠിക്കുമ്പോൾ അത് പൂർത്തിയാക്കി പഠിക്കണ്ടേ? ലാ ഇലാഹ അറിഞ്ഞ ഓടല ഇല്ലല്ലാന്നും കൂടി ഇല്ലേ? അപ്പൊ ഈ ഹദീസ് തെളിവാണ്, രേഖയാണ് എന്ന് രേഖപ്പെടുത്തിയ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളാണ്. അതുപോലെയുള്ള ഇമാമിങ്ങളാണ്. അവരൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ തെളിവിലേക്ക് കടന്നാൽ ഈ എത്ര പറയാനുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ജനൽ ജന്നത്തൈൻ ഫീ ശറഫിൽ ലൈലത്തൈൻ, 2 രാവുകളുടെ പവർ പറയാൻ വേണ്ടി ഹിജ്റ 781 വഫാത്തായ അബൂ അബ്ദുല്ല ഇബ്നു മർസൂഖി തൽസമാനി തങ്ങൾ എഴുതിയ ഗ്രന്ഥം. ഏതാ 2 രാവുകൾ? ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ മൗലിദ്. ഇത് ഈ കിതാബ് മൊത്തം അതേ ചർച്ചയുള്ളൂ. ഇതിന്റെ ആദ്യത്തെ പകുതിയിൽ ലൈലത്തുൽ ഖദ്റാണ്, രണ്ടാമത്തെ പകുതിയിലോ ലൈലത്തുൽ മൗലിദാണ്.
എന്നിട്ട് മൂപ്പര് രണ്ടിൻ്റെയും പവർ പറഞ്ഞിട്ട് ഇതിൽ ഫൈനൽ ചെയ്തുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ? ലൈലത്തുൽ ഖദ്റിന് വലിയ പ്രത്യേകതയുണ്ട്, സംശയമില്ല. അതിൽ 1000 റക്അത്ത്, എത്ര 1000 ഖൈറും മിൻ അൽഫി ശഹ്ർ എന്നാണ്, 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ഒറ്റ രാവാണത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാ, എന്നാൽ ഈ ലൈലത്തുൽ ഖദ്റും ആരെ കൊണ്ടുണ്ടായതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് അതാ ഇതിലൊരു ഹെഡിങ് തന്നെ കണ്ടോളൂ. ഇതൊന്നും ഇന്നലെ അച്ചടിച്ച കിതാബല്ലത്. ഹിജ്റ 700 എന്ന കാലം എത്രയായി? സുയൂത്തി ഇമാമിന്റെയും മുമ്പായത്. അവരെ പറയാണ് അമ്മൽ ഫസുലുൽ അവ്വൽ അൽ അദില്ലത്തു അലാ അഫ്ളലിയത്തി ലൈലത്തിൽ മൗലിദി. മൗലിദിന്റെ രാവാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുന്ന അധ്യായം. എത്ര 10-30ഓളം തെളിവുകളാണ് ഇവർ പറയുന്നത്. അതിലേറ്റവും പ്രകടമായി പറഞ്ഞത് ലൈലത്തുൽ ഖദ്ർ മുഅ്താത്തുൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിക്ക് കൊടുക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതേ സമയത്ത് ലൈലത്തുൽ മൗലിദ് ആര് വന്ന രാത്രിയാണ്? ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.